ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ബീറ്റ്റൂട്ടും ക്യാരറ്റും വെച്ചിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രുചിയാണ്, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാനിതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. പാത്രം ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം ഒരു എരി കുറഞ്ഞ പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 5-6 ചുവന്നുള്ളിയും ഈ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ ബീറ്റ്റൂട്ടും ഒരു 2 ക്യാരറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഒത്തിരി വലുതായിട്ട് അരിയണ്ട, ഈ രീതിയിൽ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ മൂപ്പിച്ചെടുത്തിരിക്കുന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ സമയം ഇതുപോലെ ഒരു സവോള എടുത്തിട്ടുണ്ട്. സവോള മുഴുവൻ എടുത്തിട്ടില്ല, സവോളയുടെ ഒരു പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വളരെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് ഒരു 10-15 മിനിറ്റ് സമയം എടുക്കും. ഈ രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഇത്ര പോരാ, നമുക്ക് വീണ്ടും മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ വേണം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റായി. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഗരം മസാലപ്പൊടിയാണ്. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കറി നമുക്ക് കൂട്ടാം. നല്ല രുചിയാണ് ഈ ബീറ്റ്റൂട്ട് ക്യാരറ്റ് മെഴുക്ക് പുരട്ടി. ഈ രീതിയിൽ ഒന്നുണ്ടാക്കി നോക്കാം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തുറക്കുമ്പോഴൊക്കെ നല്ലൊരു മണമാണിതിന്. നമ്മൾ ആ ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് വീട്ടിൽ പൊടിച്ച ഗരം മസാല തന്നെ ചേർക്കണം, അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്